എല്ലാവർക്കും മേക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരാണ് പതംഗ്. പതംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈറ്റ്, പട്ടം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ഇന്നത്തെ കഥ. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. एक छोटे गांव में रोहन नाम का एक लड़का रहता था. एक छोटे गांव में रोहन नाम का एक लड़का रहता था. അർത്ഥം നോക്കാം. एक ഒരു ചോട്ട സ്മോൾ ചെറിയ ഗാവ് ഗ്രാമം വില്ലേജ് ഗാവമേം ഗ്രാമത്തിൽ ഏക് ചോട്ടെ ഗാവമേം ഒരു ചെറിയ ഗ്രാമത്തിൽ റോഹൻ നാം ക നാം എന്ന് പറഞ്ഞാൽ പേര് റോഹൻ നാം ക റോഹൻ എന്ന പേരുള്ള ഏക് ലഡ്ക ഏക് ഒരു ലഡ്ക ആൺകുട്ടി ബോയ് ഏക് ലഡ്ക ഒരു ആൺകുട്ടി രഥാദ രഹന മീൻസ് താമസിക്കുക രഥാദ താമസിച്ചിരുന്നു. അപ്പൊ നമ്മുടെ ഗ്രാമർ വീഡിയോസിൽ പാർട്ട് 6 നമ്മൾ പഠിച്ച കാര്യമാണിത്. താമസിച്ചിരുന്നു പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. രഥാദ ഏക് ചോട്ടെ ഗാവ് മേം റോഹൻ നാം കാ ഏക് ലഡ്ക രഥാദ ഒരു ചെറിയ ഗ്രാമത്തിൽ റോഹൻ എന്ന പേരുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. वो हर दिन अपनी पतंग उड़ाने के लिए खेतों में जाता था. वो मीन्स അവൻ हर दिन ഡെയിലി ദിവസവും അപ്നി പതംഗ് പതംഗ് മീൻസ് കൈറ്റ് പട്ടം അപ്നി പതംഗ് സ്വന്തം പട്ടം ഓക്കെ ഉഡാനെ കിളിയെ ഉഡാന പറത്തുക ശ്രദ്ധിക്കുക ഉടന എന്ന് പറഞ്ഞാൽ പറക്കുക ഉഡാന എന്ന് പറഞ്ഞാൽ പറത്തുക കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി ഉഡാനെ കിളിയെ പറത്തുവാൻ വേണ്ടി ഖേത്തോമേ ജാതാദ ഖേത്ത് എന്ന് പറഞ്ഞാൽ വയല് പാടം ഫീൽഡ് എന്നൊക്കെയാണ് അർത്ഥം. ഖേത്തോമേം എന്ന് പറയുമ്പോൾ വയലുകളില് ജാതാദ ജാന പോവുക ജാതാദ പോകുമായിരുന്നു. ഒന്നുകൂടെ നോക്കാം. वो हर दिन अपनी पतंग उड़ाने के लिए खेतों में जाता था. അവൻ എല്ലാ ദിവസവും തന്റെ പട്ടം പറത്തുവാൻ വേണ്ടി പാടത്തിൽ പോകുമായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പതംഗ് എന്ന വാക്ക് സ്ത്രീലിംഗാണ്. അപ്പൊ പതംഗ് കർമ്മമായിട്ട് വരുന്ന ഏതെങ്കിലും സെന്റൻസ് ഉണ്ടെങ്കിൽ പതംഗ് സ്ത്രീലിംഗ് ആയതുകൊണ്ട് വെർബിന് ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. एक दिन उसने देखा कि उसके दोस्त भी पतंग उड़ा रहे हैं. एक दिन ഒരു ദിവസം ഉസ്നെ ദേഖ ഉസ്നെ അവൻ ദേഖ കണ്ടു ഉസ്നെ ദേഖ അവൻ കണ്ടു. ഇവിടെ കീ പ്രയോഗിച്ചിരിക്കുന്നത് ഹ്രസ്വ ഈയുടെ ചിഹ്നമാണ്. ഹ്രസ്വ ഈയുടെ ചിഹ്നം ചേർക്കുന്ന കീ നമ്മൾ പറയുന്നത് കണ്ടു. ഇപ്പൊ കണ്ടു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ എന്ത് കണ്ടു അത് ഡിസ്ക്രൈബ് ചെയ്ത് അടുത്ത ബാക്കിയായിട്ട് ആ കണ്ടിന്യൂവേഷൻ ആ സെന്റൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ കീ പ്രയോഗിക്കുന്നത്. ഉസ്നെ ദേഖാക്കി അവൻ കണ്ടു എന്താണെന്ന് വെച്ചാൽ ഉസ്കെ ദോസ്ത് ബി പതംഗ് ഉഡാ രഹേ ഹേ. ഉസ്കെ അവന്റെ ദോസ്ത് ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഉസ്കെ ദോസ്ത് എന്ന് പറയുമ്പോൾ ഉസ്കെ എന്നുള്ള പ്രയോഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ദോസ്ത് എന്നുള്ള വാക്ക് പ്ലൂറൽ ആണ്. അതായത് സുഹൃത്തുക്കൾ എന്ന് കാണിക്കാനാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഉസ്കെ ദോസ്ത് ബി അവന്റെ സുഹൃത്തുക്കളും ബി എന്ന് പറഞ്ഞാൽ ഓൾസോ സുഹൃത്തുക്കളും ദോസ്ത് ബി അവന്റെ സുഹൃത്തുക്കളും പതംഗ് ഉഡാ രഹേ ഹേ പതംഗ് പട്ടം ഉഡാ രഹേ ഹേ ഉഡാന പറത്തുക ഉഡാ രഹേ ഹേ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സെന്റൻസിൽ പറയുമ്പോ എങ്ങനെ വരും? एक दिन उसने देखा कि उसके दोस्त भी पतंग उड़ा रहे हैं. ഒരു ദിവസം അവന്റെ സുഹൃത്തുക്കളും പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു. रोहन ने अपनी पतंग को और ऊंचा उड़ाने की कोशिश की. रोहन अपनी पतंग को പതംഗ് പട്ടം अपनी पतंग സ്വന്തം പട്ടം. ഇനി പതംഗിന്റെ കൂടെ കൂടി വരുമ്പോ എന്താ അർത്ഥം? പട്ടത്തിനെ. ഓർ ഊഞ്ച ഊഞ്ച മീൻസ് ഉയരത്തിൽ ഓർ ഊഞ്ച ഉയരത്തിലേക്ക്. ഉഡാനേക്ക് കോശിഷ്കി ഉഡാന പറത്തുക കോശിഷ്കി ശ്രമിച്ചു. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ കോശിഷ് എന്ന വാക്ക് സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് കോശിഷ് കി എന്ന് വന്നത്. കിയ യൂസ് ചെയ്യാത്തത്. റോഹനെ അപ്നി പതംഗ് കോ ഓർ ഊഞ്ച ഉഡാനേക്ക് കോശിഷ്കി റോഹൻ തന്റെ പട്ടത്തെ ഉയരത്തിലേക്ക് പറത്താൻ ശ്രമിച്ചു. ഇസ് പ്രയാസ് മേം ഉസ്നെ അപ്നെ ദോസ്ത് കി പതംഗ് കി ഡോർ കാട്ട് ദി. ഇസ് പ്രയാസ് പ്രയാസ് എന്ന് പറഞ്ഞ ശ്രമം. ഇസ് പ്രയാസ് മേം ഈ ശ്രമത്തിൽ ഉസ്നെ അവൻ അപ്നെ ദോസ്ത് കി ദോസ്ത് ഫ്രണ്ട് ഇവിടെ ദോസ്തിന്റെ കൂടെ കീ എന്നുള്ള കാരകം വന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ അപ്നെ ദോസ് എന്നായത്. അല്ലാതെ തന്റെ സുഹൃത്തുക്കളെ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു സുഹൃത്തിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്നെ ദോസ്ത് കി
തന്റെ സുഹൃത്തിന്റെ പതംഗ് പട്ടം, തന്റെ സുഹൃത്തിന്റെ പട്ടത്തിന് എന്ത് പറ്റി? പതംഗക്ക് ഡോർ. ഡോർ എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ് അർത്ഥം. അതായത് നമ്മള് പട്ടം ഒരു ചരട് വെച്ചിട്ടല്ലേ വലിക്കുന്നത്, ആ ചരടിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോ പതംഗക്ക് ഡോർ കാട്ടുതീ. കാട്ടുന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, മുറിക്കുക. കാട്ടുതീ മുറിച്ചു. പതംഗക്ക് ഡോർ കാട്ടുതീ, പട്ടത്തിന്റെ ചരട് മുറിച്ചു. ഇസ് പ്രയാസ് മേം ഉസ്നെ അപ്നെ ദോസ്ത് കി പതംഗ് കി ഡോർ കാട്ട് ദി. അപ്പൊ അവൻ പട്ടത്തിനെ ഉയരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ശ്രമത്തിനിടയിൽ എന്ത് പറ്റി? അവന്റെ സുഹൃത്തിന്റെ പട്ടത്തിന്റെ ചരട് അവന് മുറിക്കേണ്ടി വന്നു. ഉസ്കാ ദോസ്ത് ഉദാസ് ഹോ ഗയാ ഓർ റോഹൻ സെ നാരാസ് ഹോ ഗയാ. ഉസ്കാ ദോസ്ത്, ഉസ്കാ അവന്റെ, ദോസ്ത് സുഹൃത്ത്, അവന്റെ സുഹൃത്ത് ഉദാസ് ഹോ ഗയാ. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം, വിഷമം. ഉദാസ് ഹോ ഗയാ വിഷമത്തിലായി. അവന്റെ സുഹൃത്തിന് വിഷമമായി, അല്ലെ? അവൻ വിഷമത്തിലായി. ഓർ റോഹൻസെ, റോഹൻസെ മീൻസ് റോഹനോട്, നാരാസ് ഹോ ഗയാ. നാരാസ് ദേഷ്യം, നാരാസ് ഹോ ഗയാ ദേഷ്യമായി. അവന്റെ സുഹൃത്ത് വിഷമത്തിലായി. അതുകൂടാതെ എന്ത് പറ്റി? റോഹനോട് അവന് ദേഷ്യമായി. रोहन को अपनी गलती का एहसास हुआ और उसने माफी मांगी. रोहन को എന്ന് പറഞ്ഞാൽ റോഹന, അപ്നി ഗൽത്തി, ഗൽത്തി എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക്, തെറ്റ്. അപ്പൊ ഗൽത്തി എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അപ്നി ഗൽത്തി, സ്വന്തം തെറ്റ്. അപ്നി ഗൽത്തിക്ക, സ്വന്തം തെറ്റിനെ, എഹസാസ് ഹുവ, എഹസാസ് എന്ന് പറഞ്ഞാൽ തോന്നല്, ഓക്കെ, അത് അനുഭവപ്പെട്ടു, മനസ്സിലായി. हुआ और उसने माफी मांगी. माफी मांगना എന്ന് പറഞ്ഞാൽ മാപ്പ് ചോദിക്കുക, ടു അപ്പോളജൈസ്. റോഹൻ കോ അപ്നി ഗൽത്തി കാ എഹസാസ് ഹുവ. റോഹന് തന്റെ തെറ്റ് എന്തോന്നി? മനസ്സിലായി, അല്ലെ? അത് ഫീൽ ചെയ്തു. और उसने മാഫി മാങ്കി, അതുകൊണ്ട് അവൻ മാപ്പ് ചോദിച്ചു. മാഫി മാങ്കി, മാപ്പ് ചോദിച്ചു. റോഹന് തന്റെ തെറ്റ് മനസ്സിലാവുകയും അവനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. उसने अपने दोस्त को नई पतंग दी. उसने अपने दोस्त को നയി പതംഗ് ദി. ഉസ്നെ അവൻ, അപ്നെ ദോസ്ത് കോ, ദോസ്ത് സുഹൃത്ത്, ദോസ്ത് എന്നുള്ളതിന്റെ കൂടെ നമ്മള് കോ എന്നുള്ള കാരകം ചേർത്തത് കൊണ്ടാണ് അപ്നെ ദോസ്ത് കോ എന്ന് വന്നിരിക്കുന്നത്. അതായത് അത് പ്ലൂറൽ ആക്കണം. അപ്നെ ദോസ്ത് കോ നയി പതംഗ്, പതംഗ് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് നയി പതംഗ്, പുതിയ പട്ടം. പുതിയ പട്ടം കൊടുത്തു. കൊടുക്കുക എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് ദേന എന്നാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ദിയ അല്ലെങ്കിൽ ദി എന്നാണ്. അപ്പൊ ഇവിടെ പതംഗ് ദി എന്ന് വന്നിരിക്കുന്നത് പതംഗ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. നയി പതംഗ് ദി, പുതിയ പട്ടം കൊടുത്തു. ഉസ്നെ അപ്നെ ദോസ്ത് കോ നയി പതംഗ് ദി, അവൻ അവന്റെ സുഹൃത്തിന് പുതിയ പട്ടം കൊടുത്തു. ഫിർ ദോനോനെ സാത് മേം പതംഗ് ഉഡായി. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ, ദോനോനെ രണ്ടുപേരും കൂടി, സാത് മേം, സാത് മേം എന്ന് പറഞ്ഞാൽ കൂടെ, ഒരുമിച്ച്. പതംഗ് ഉഡായി, പതംഗ് പട്ടം, ഉഡായി പറത്തി. ഉഡാന എന്നുള്ളതിന്റെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉഡായി. ഇവിടെ പതംഗ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഉഡായി എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. പുല്ലിംഗാണെങ്കിൽ ഉഡായ എന്നാണ് വരേണ്ടത്. ഫിർ ദോനോനെ സാത് മേം പതംഗ് ഉഡായി, പിന്നെ രണ്ടുപേരും ഒരുമിച്ച് പട്ടം പറത്തി. ഉനോനെ സീഖാ കി സാത് മേം ഖേൽന और मदद करना कितना महत्वपूर्ण है. उन्होंने सीखा कि साथ में खेलना और मदद करना कितना महत्वपूर्ण है. ഇനി നമുക്ക് അർത്ഥം നോക്കാം. ഉനോനെ സീഖ, സീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? സീഖ്ന, അതായത് പഠിക്കുക, ലേണിംഗ്. സീഖ എന്ന് പറഞ്ഞാൽ സീഖ്ന എന്നുള്ള വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് വരുമ്പോ നമ്മൾ കർത്താവിന്റെ കൂടെ നേ ചേർക്കണം, അല്ലെ? ഇവിടെ ഉനോനെ സീഖ, ഇവിടെ അവർ പഠിച്ചു. അവർ എന്ന് പറയുമ്പോ വേയുടെ കൂടെ നമ്മൾ നേ ചേർത്ത് കൊടുക്കുമ്പോ ഉനോനെ എന്നായി മാറുന്നു. ഉനോനെ സീക്ക, അവർ പഠിച്ചു. ഉനോനെ സീക്കാക്കി, ഇവിടെ കീയുടെ അർത്ഥം എന്താണ്? കണ്ടിന്യൂഷനിൽ നമ്മൾ എന്താണ് പഠിച്ചെന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഹ്രസ്വ ഈ വരുന്ന കീ ചേർത്ത് കൊടുക്കുന്നത്. ഉനോനെ സീക്കാക്കി സാത് മേം ഖേൽന और मदद करना कितना महत्वपूर्ण है. സാത് മേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച്. ഖേൽന കളിക്കുക, ഒരുമിച്ച് കളിക്കുന്നതും. ഓർ മദത് കർണ, മദത് ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. മദത് കർണ സഹായിക്കുക. സാത് മേം ഖേൽന ഓർ മദത് കർണ, ഒരുമിച്ച് കളിക്കുന്നതും പരസ്പരം സഹായിക്കുന്നതും. കിത്ന മഹത്വപൂർണ്ണ ഹേ, എത്ര. കിത്ന മീൻസ് എത്ര. മഹത്വപൂർണ്ണ ഹേ, മഹത്വപൂർണ്ണ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്, ഇമ്പോർട്ടന്റ്. उन्होंने सीखा कि साथ में खेलना और मदद करना कितना महत्वपूर्ण है. ഒരുമിച്ച് കളിക്കുന്നതും സഹായിക്കുന്നതും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അവർ പഠിച്ചു. वे फिर कभी एक दूसरे से लड़े नहीं और अच्छे दोस्त बन गए. वे
ഫിർ കബി, വേ എന്ന് പറഞ്ഞാൽ അവർ, ഫിർ കബി, ഫിർ പിന്നെ, കബി ഒരിക്കലും, ഫിർ കബി പിന്നെ ഒരിക്കലും, ഏക് ദൂസരെ സെ, ഏക് ദൂസര എന്ന് പറഞ്ഞാൽ പരസ്പരം, ഏക് ദൂസരെ സെ പരസ്പരം, ലഡേ നഹി, ലഡന ഫൈറ്റ് ചെയ്യുക, വഴക്കിടുക, തല്ലുപിടിക്കുക, ലഡേ നഹി എന്ന് പറഞ്ഞാൽ തല്ലുപിടിച്ചില്ല. और अच्छे दोस्त बन गए, अच्छे मीन्स നല്ല, ദോസ് സുഹൃത്തുക്കൾ, अच्छे दोस्त നല്ല സുഹൃത്തുക്കൾ, ബൻ ഗയേ ആയി, वे फिर कभी एक दूसरे से लड़े नहीं और अच्छे दोस्त बन गए, അവർ പിന്നെ ഒരിക്കലും പരസ്പരം വഴക്കിട്ടിട്ടുമില്ല, പിന്നെ അവർ നല്ല സുഹൃത്തുക്കളുമായി. അപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളാവുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റോറിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും അല്ലെ? ഇപ്പൊ ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരുപാട് മത്സരങ്ങൾ നമുക്ക് മുന്നിൽ വരാറുണ്ട് അല്ലെ? മത്സരത്തിന് നമ്മൾ എപ്പോഴും മത്സരത്തിൻ്റെതായ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കണം അല്ലെ? അതിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെതായ രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. പ്രതിസ്പർധാ മേം ദോസ്തി കോ നാ ഭൂലെ, സാത്ത് മിൽക്കർ ഖേലോ, ദൂസറോं की മദദ് കരോ. പ്രതിസ്പർധ എന്ന് പറഞ്ഞാൽ മത്സരം. പ്രതിസ്പർധാ മേം മത്സരത്തിൽ, ദോസ്തിക്കോ ന ഭൂലെ, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, ദോസ്തിക്കോ ഫ്രണ്ട്ഷിപ്പിനെ, സൗഹൃദത്തിനെ, ന ഭൂലെ, ഭൂൽന മറക്കുക, ന ഭൂലെ മറക്കരുത്. മത്സരത്തിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? സൗഹൃദം മറക്കരുത്. സാത്ത് മിൽക്കർ ഖേലോ, സാത്ത് മിൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ഖേലോ കളിക്കൂ അല്ലെ? ഒരുമിച്ച് നിന്ന് കളിക്കൂ. ദൂസറോं की മദദ് കരോ, ദൂസറോ മീൻസ് മറ്റുള്ളവരെ, ദൂസറോं की മദദ് കരോ, മദദ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. മദദ് എന്ന വാക്ക് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ദൂസറോ കീ എന്ന് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായം നൽകൂ. പ്രതിസ്പർധാ മേ ദോസ്തി കോ ന ഭൂലെ, സാത്ത് മിൽക്കർ ഖേലോ, ദൂസറോ की മദദ് കരോ. മത്സരത്തിൽ സൗഹൃദം മറക്കരുത്, ഒരുമിച്ച് കളിക്കൂ, മറ്റുള്ളവരെ സഹായിക്കൂ. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾ കുറച്ച് പുതിയ വാക്കുകളും ഗ്രാമർ റൂൾസും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗ്രാമറിന്റെ 10 ക്ലാസ്സസ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സീരീസ് കാണുന്ന ആളുകൾക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.